friends, welcome to Commerce Bytes. So let's move to our motivational quote. So today's motivational quote is: Today is your opportunity to build tomorrow's you want. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു അവസരമാണ്. അത് നിങ്ങൾ ബിൽഡ് ചെയ്താലേ നിങ്ങൾക്ക് നാളത്തെ നിങ്ങളാവാൻ പറ്റുള്ളൂ. നാളെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ടീച്ചർ ആവുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം ടു ക്രാക്ക് കേരള സെറ്റ് എക്സാം, റൈറ്റ്? അപ്പോൾ അത് നിങ്ങൾക്ക് നാളെ വേണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യണം. ഈ കിട്ടുന്ന ഈ പ്രഷ്യസ് ടൈം നിങ്ങൾ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യണം. വർക്ക് ചെയ്യണം ഇൻ ദ സെൻസ് വർക്ക് ഹാർഡ് തന്നെ ചെയ്യണം. വർക്ക് ഹാർഡ് മാത്രമല്ല, സ്മാർട്ട് വർക്കും വേണം. Okay, my dear students, so let's move to the question paper discussion which was held on 29th September 2019. We will be covering up to 2012 question papers back to back. Now we have completed 2020 question paper 1 to 60, which means that I am taking the part from GK അല്ലാത്ത മറ്റൊരു സെക്ഷനാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ അവെയർ ഓഫ് ദാറ്റ്. ഞാൻ പറയുന്നത് GK കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുള്ളതല്ല, പകരം ഈ ഒരു 60ലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ 60. ഓക്കെ, ആ ഒരു 60 നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ആർ ഇൻ ദ സേഫർ സോൺ. ഓക്കെ, ആൻഡ് GK കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കളയരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും. സോ ട്രൈ ടു ഫോളോ. അതിൽ ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സൈഡിൽ കൂടെ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് അത് നല്ലതാണ് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, ടേക്ക് ഇറ്റ് മൈ വേർഡ്. നിങ്ങൾ ഒരു റെഗുലറായിട്ട് ഇപ്പോൾ ഡെയിലി 2 വീഡിയോസോ ഇല്ലെങ്കിൽ 1 വീഡിയോ ഡെയിലി ഇടുന്ന ഒരു യൂട്യൂബ് ചാനലിനെ, അതും കറണ്ട് അഫയേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിനെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 101. Cone of experiences is an representation of options are: Option A, learning outcome; Option B, instructional strategies; Option C, instructional aids; Option D, teaching resources. Here the answer will be Option C, that is instructional aids. Let's discuss that. Before that, let's check one by one. Okay, സോ ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കംസ് ആണ്. ലേണിംഗ് ഔട്ട്കംസ് അല്ല എന്ന് നമുക്കറിയാലോ. ലേണിംഗ് ഔട്ട്കംസ് ഇൻ ദ സെൻസ് നമുക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഗ്രേഡ്, അതിനെയാണ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. Instructional strategies are the techniques teachers use to help the students become independent and strategic learner. ഒരു ടീച്ചർ ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ഒരു ടെക്നിക്ക്. ഓക്കെ, അത് എന്തിനാണ്? ഒരു കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കായിട്ടൊരു ലേണർ ആക്കാനുമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, ഞാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ഒരു സ്ട്രാറ്റജിക് ലേണർ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണണം, എങ്ങനെ അത് സോൾവ് ചെയ്യണം, ഒറ്റ സെക്കൻഡിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി, ടെക്നിക്ക്, അങ്ങനെ ഞാൻ ആക്കി തരുന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? ഇപ്പോൾ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് പല രീതിയിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ലെക്ചേഴ്സ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ടീച്ചിങ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാറുണ്ട്. ആണ് ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് വന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവിങ്ങോ ഒരു കേസ് സ്റ്റഡീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതോ ഇല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടൊരു ഡിസ്കഷൻ, മനസ്സിലായില്ലേ? ഒരു ഡിസ്കഷൻ, അതാണ് ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻറ്ററാക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻറ്ററാക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ സെൻസ് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഗ്രൂപ്പ് പ്രൊജക്ട്സ്, ബ്രെയിൻ സ്ട്രോമിങ്, ഡിബേറ്റ്സ്, ഡിസ്കഷൻസ്, ഇതെല്ലാം ഇൻറ്ററാക്റ്റീവ് ഇൻസ്ട്രക്ഷനിൽ വരും. ഓക്കെ,
പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഈച്ച് പോയിൻ്റ് ബൈ പോയിൻ്റ്. ആദ്യം ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനെ പറ്റി പറഞ്ഞു. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആസ് ഡയറക്റ്റ് നമ്മൾ സാധാരണ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനും ക്ലാസ് എടുക്കുന്ന പോലെ ഡെമോൺസ്ട്രേഷൻ, ലെക്ചേഴ്സ്, എക്സ്പ്ലിസിറ്റ് ടീച്ചിങ്, വീഡിയോസ് കാണിച്ചു കൊടുത്തും പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തും നമ്മൾ പഠിപ്പിക്കാറില്ലേ, അത് തന്നെയാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷനെ പറ്റി പറഞ്ഞു. ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിങ് ആൻഡ് കേസ് സ്റ്റഡി. ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്ററാക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഇൻറ്ററാക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്രെയിൻ സ്ട്രോമിങ്, ഡിസ്കഷൻ, ഡിബേറ്റ്സ്, ഗ്രൂപ്പ് പ്രൊജക്ട്സ് അങ്ങനെയെല്ലാം വന്നു. ഇനി ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? ബുക്സ് വായിക്കും, റീഡ്, പിന്നെ ഹോംവർക്ക് ചെയ്യും, പിന്നെ എക്സസൈസ്. ആ ഒരു രീതികളെ പറ്റി, ഓരോ ക്വസ്റ്റിനെ പറ്റി, ഇപ്പോൾ പല ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യില്ലേ, ഇതെല്ലാം ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയാണ്. പിന്നെ റിപ്പോർട്ട് വായിച്ച് നമ്മൾ അതിൻ്റെ ഒരു അനലൈസിങ് നടത്തുന്നത്, ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയാണ്. പിന്നെ ഒരു ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഓൾറെഡി എടുത്തതാണ്. ദാറ്റ് ഈസ് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫീൽഡ് ഒബ്സർവേഷൻ ഉണ്ടാവും. നമ്മളൊരു ഫീൽഡിൽ പോയി അതിനെപ്പറ്റി പഠിക്കുന്നു. പിന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ ഗെയിംസിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ മോറോവർ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്സ്. നമ്മളുടെ IV എന്നൊക്കെ പറയില്ലേ, ഇൻഡസ്ട്രി വിസിറ്റ്, അതൊക്കെയാണ് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടും കേട്ടും പഠിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരിപ്പോൾ അണ്ണ അലൂമിനിയം അല്ലെങ്കിൽ മോഡേൺ ബ്രെഡ് അങ്ങനെ ഇങ്ങനെ കുറച്ച് ഫീൽഡ് വിസിറ്റ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. Okay, these all are examples, right? I hope instructional strategies are all clear to you because it is important, a bit important. Please note it down. ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒന്നും ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യില്ല, ഫോർ ഡാം ഷ്യൂർ. ഓക്കെ, ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ടീച്ചിങ് റിസോഴ്സസ്. ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന റിസോഴ്സസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ നോട്ട്സ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ സ്ലൈഡ്സ്, അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് ഞാൻ എടുക്കുന്ന കുറച്ച് പിക്ചേഴ്സ്, ഇതെല്ലാമാണ് ഒരു ടീച്ചിങ് റിസോഴ്സസ്. ഞാൻ എന്ന ടീച്ചറിന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് റിസോഴ്സസ് എല്ലാം ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തു, ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചേഴ്സ്, അങ്ങനെ കുറച്ച് റിസോഴ്സസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ എ ഫോം ഓഫ് വീഡിയോ. ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ കാണിക്കുന്നത്. യെസ്, റൈറ്റ്. സോ അതാണ് ടീച്ചിങ് റിസോഴ്സസ്. ദ ലാസ്റ്റ് വൺ ഇസ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ്. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡു യു ഓൾ റിമെമ്പർ ദാറ്റ്? ഇഫ് യു പീപ്പിൾ ആർ ഹാവിങ് യുവർ റിവിഷൻ ഡേ ബൈ ഡേ, യു പീപ്പിൾ വിൽ ബി ഹാവിങ് ഐഡിയ, റൈറ്റ്? ഞാനൊരു സ്റ്റോറീൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഡു യു റിമെമ്പർ ദാറ്റ്? സോ ലെറ്റ്സ് ഹാവ് എ ബ്രീഫ് പിക്ചർ ഓഫ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ്. ഞാൻ പറഞ്ഞ സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ് വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എഡ്ഗർ ഡെയിൽ. ആ പേരിൽ തന്നെയുണ്ട് എഡ്ഗർ ഡെയിൽ എന്നുള്ളത്. സോ ഇഫ് യു ആർ ന്യൂ വിത്ത് മൈ പോർഷൻ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ഹാവ് യുവർ പെൻ ആൻഡ് പേപ്പർ ബിസൈഡ്സ് വിത്ത് യു വൈൽ attending my video. This is a must and it is an order from me. Okay, so cone of experiences പ്രൊപ്പോസ് ചെയ്തത് എഡ്ഗർ ഡെയിലാണ്, വിച്ച് എക്സ്പ്ലെയിൻസ് ദ interrelationship of types of audio visual media as well as their individual position in learning process. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ഒരു ലേണിംഗ് പ്രോസസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ ഇൻ്റർ ആണ്, ഈ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എങ്ങനെയൊക്കെ ഇൻ്റർ ആണ് എന്ന് നോക്കുന്നതാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ്. ഇനിയൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, കോൺ മേക്സ് റിലേഷൻ ബിറ്റ്വീൻ ദ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് വിച്ച് ഇസ് വൺ ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്. ഒരു ടീച്ചിങ്ങിൻ്റെ മെയിനായിട്ടൊരു പ്രിൻസിപ്പിളാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്. നിങ്ങൾക്ക് കോൺക്രീറ്റിനെയും അബ്സ്ട്രാക്റ്റിനെയും പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ വീഡിയോ
യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണാം. അതിൻ്റെ ഉള്ളിലുണ്ട് കോൺക്രീറ്റ് ഐഡിയയും അബ്സ്ട്രാക്റ്റ് ഐഡിയാസും തമ്മിലുള്ള ഡിഫറൻസും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഈ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിനെ ഡെയിൽ വിളിക്കുന്നത് ലേണിംഗ് പിരമിഡ് എന്നാണ്. ഓക്കെ, ഈ ലേണിംഗ് പിരമിഡിൽ നമുക്ക് 7 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം, എന്നിട്ട് അതിനുള്ള നിമോണിക് നമുക്ക് പറയാം. ദെൻ വി ഹാവ് എ സ്റ്റോറി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, ലെക്ചർ, റീഡിംഗ്, ഓഡിയോ വിഷ്വൽ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ ഗ്രൂപ്പ്, പ്രാക്ടീസ് ബൈ ഡൂയിങ്, ടീച്ച് അതർ. ലെക്ചർ, റീഡിംഗ്, ഓഡിയോ വിഷ്വൽ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ ഗ്രൂപ്പ്, പ്രാക്ടീസ് ബൈ ഡൂയിങ്, ടീച്ച് അതേഴ്സ്. ഇത്രയുമാണ് ലേണിംഗ് പിരമിഡിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ നിമോണിക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിമോണിക് ഈസ് എ വേർഡ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു കുട്ടി ഷോർട്ടാക്കി വിളിക്കുന്നതിനെയാണ് നിമോണിക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വിബ്ജിയോർ, നമ്മളുടെ റെയിൻബോ കളേഴ്സിനെ വിബ്ജിയോർ എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിപ്പോൾ നിമോണിക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ലെക്ചർ, അതിന് L ഇട്ടു. ദെൻ റീഡിങ്, അപ്പോൾ R ഇട്ടു. ഓഡിയോ വിഷ്വൽ, അതിന് A ഇട്ടു. ദെൻ ഡെമോൺസ്ട്രേഷൻ, സോ D ഇട്ടു. ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ ഗ്രൂപ്പ്, പ്രാക്ടീസ് ബൈ ഡൂയിങ്, ആ പ്രാക്ടീസ് ബൈ ഡൂയിങ്ങിനും ഞാൻ D തന്നെയാണ് ഇട്ടത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് T, ദാറ്റ് ഈസ് ടീച്ച് അതർ. അപ്പോൾ LRADQ ഓക്കെ, ആദ്യം ലെക്ചർ നടത്തി, പിന്നെ റീഡിങ്, ഓഡിയോ വിഷ്വൽ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, പ്രാക്ടീസ് ബൈ ഡൂയിങ്, ടീച്ച് അതേഴ്സ്. ദാറ്റ്സ് ഓൾ. ഈ തുറുപ്പ് ചീട്ട് എന്നൊക്കെ പറയില്ലേ, അത് ലേണിംഗ് പിരമിഡിന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തന്ന എൻ്റെ സ്റ്റോറി. നമ്മൾ ടീച്ചറായി എന്ന് സങ്കല്പിക്കുക. നമ്മളൊരു ഫ്യൂച്ചർ ടീച്ചറായി, നമ്മൾ ഒരു കോറിഡോറിൽ കൂടെ നടന്ന് ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. 5 മിനിറ്റ്സ് നമ്മൾ ലെക്ചർ കണ്ടക്ട് ചെയ്തു, നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തു, അങ്ങനെ ലെക്ചർ നടത്തി. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞു നമ്മൾ കുട്ടികളോട് പറഞ്ഞു, ജസ്റ്റ് റീഡ് യുവർ ബുക്സ്. ഞാനിപ്പോൾ എടുത്ത് തന്ന ലെക്ചറിൻ്റെ ബുക്ക്, ആ ഒരു പോർഷൻ നിങ്ങൾ വായിക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, ആ കുട്ടികൾ അതെല്ലാം കവർ ചെയ്തു വായിച്ചു. ദെൻ യു ഹാവ് ടേക്കൺ യുവർ സ്റ്റുഡൻസ് ടു സ്മാർട്ട് ക്ലാസ്. സ്മാർട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഓഡിയോ വിഷ്വൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഓഡിയോ വിഷ്വലിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കേണ്ടതുണ്ടായിരുന്നു. സോ യു ഹാവ് ഡൺ ദാറ്റ്, ഡെമോൺസ്ട്രേഷനും കാണിച്ചു. ദെൻ യു ഹാവ് പുട്ട് യുവർ സ്റ്റുഡൻസ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ യു ഹാവ് ക്രിയേറ്റഡ് എ ഡിസ്കഷൻ. ഓക്കെ, പാർട്ട് എയും പാർട്ട് ബിയും തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്തു. ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ കുട്ടികളോട് പ്രാക്ടീസ് ബൈ ഡൂയിങ്, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ്സോ ഇല്ലെങ്കിൽ വല്ല പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. സോ വി ഹാവ് ആസ്ക്ഡ് ദി സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് ബൈ ഡൂയിങ്. നിങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞു, സ്റ്റുഡൻസിനോട് അത് റിപ്പീറ്റായിട്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ ലാസ്റ്റ് 5 മിനിറ്റ്സിൽ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ദ അതർ ഗേൾ ടീച്ച് ദ നെക്സ്റ്റ് ഗേൾ. ഓക്കെ, സോ ഇതാണ് ലേണിംഗ് പിരമിഡിൻ്റെ എൻ്റെ സ്റ്റോറി. ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഒരു കീ ടു സക്സസ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, നിങ്ങൾ ഫ്യൂച്ചർ ടീച്ചറായി ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത പോലെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ലേണിംഗ് പിരമിഡ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ടേക്ക് മൈ വേർഡ്. ഓക്കെ, നിങ്ങളൊരു ദിവസം കോറിഡോറിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തു. ദെൻ യു ഹാവ് എൻറ്റർ ടു എ ക്ലാസ്. 5 minutes you have taken lecture. Then you asked your students to read the particular portion which you have taught right now. Then after 5 minutes you take your students to the smart class and show them an audio visual video. Then you have shown a demonstration of the particular thing which you have just seen in that audio visual smart class. Then we have a discussion group, and the last you have asked your students to practice by doing, and at last teach others. ഈ പറഞ്ഞ 7 സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 7 സംഭവങ്ങളാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ്. I hope you people get my point, right?
സോ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിളാണ്. പക്ഷേ നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു തന്നു, എത്ര പേർക്ക് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രൈ ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ നിമോണിക്സ് ഇട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇമാജിനേഷനിൽ തോന്നുന്ന കുറച്ച് സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറീസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിനെ വെച്ചോ കസിൻസിനെ വെച്ചോ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചോ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് സ്റ്റോറിയിലൂടെ ആയിരിക്കും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കൂടുതൽ നിൽക്കുന്നത്. ദിസ് ഈസ് എ ബോണസ് ടിപ്പ്, ടേക്ക് മൈ വേർഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 104. ഇൻ ദി സോഫ്റ്റ്വെയർ ഹോട്ട് പൊട്ടറ്റോസ് ഓൾ എക്സസൈസസ് വിൽ ബി കമ്പൈൽഡ് ഇൻ ടു 1 unit by options are JClose, option B JMix, option C JCross, option D Masher. ഓക്കെ, ഇവിടെ സ്പെല്ലിങ്ങിൽ MASHER അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, സോ ഈ ഹോട്ട് പൊട്ടറ്റോസ് എന്ന് പറയുന്നത്, ഹോട്ട് പൊട്ടറ്റോ ഒരു സോഫ്റ്റ്വെയർ ആണ്. സ്യൂട്ടഡ് ഇൻക്ലൂഡ്സ് 5 ആപ്ലിക്കേഷൻ ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എക്സസൈസ് ഫോർ ദ വേൾഡ് വൈഡ് വെബ്. നമ്മൾ WWW ഇല്ലേ, വേൾഡ് വൈഡ് വെബ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 5 ആപ്ലിക്കേഷനാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് JClose, നമ്മുടെ ഓപ്ഷൻസിലുള്ള ഓപ്ഷൻ A, ദെൻ JCross, ഓപ്ഷൻ C, ദെൻ JMatch ഉണ്ട്, which is not in the option. Then we have JMix and the last one is JQuiz. Okay, പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, 6th ആപ്ലിക്കേഷനായിട്ട് അവർ ആഡ് ചെയ്തതാണ് മാഷർ. ഈ മാഷറിലാണ് ഇവരിപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം വർക്കാവുന്നത്. വിച്ച് മീൻസ് ദാറ്റ് വിൽ കമ്പൈൽ ഓൾ ദ ഹോട്ട് പൊട്ടറ്റോസ് എക്സസൈസ് ഇൻ ടു 1 unit. എല്ലാ ഹോട്ട് പൊട്ടറ്റോൻ്റെ എക്സസൈസും ഒറ്റ യൂണിറ്റ് ആക്കുന്നത് ഈ മാഷറാണ്. Okay, I hope you people get my point, right? So here the answer is option D. That's all for now. Let's see in the next video. Till then, it's bye. Thank you.